മുണ്ടക്കൈ ദുരന്തത്തിൽ അനാഥമായ ഒരു മിണ്ടാപ്രാണിക്ക് സനാഥരായ നീലിക്കാപ്പിലെ കൃഷ്ണൻകുട്ടിയും സവിതയും 4 കിലോമീറ്റർ നടന്നാണ് ചൂരൽമലയിൽ നിന്ന് ഒരു നായയെ ഈ കുടുംബം നാട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇരുട്ടിന്റെ മറവിൽ മലവെള്ളത്തിലോ മണ്ണിലമർന്നോ മറഞ്ഞുപോയോ തന്റെ യജമാനൻ അറിയില്ല. ദുരന്തഭൂമിയിൽ ദിവസങ്ങളായി ആഹാരമില്ലാതെ അലഞ്ഞു നടന്ന നായയ്ക്ക് ഇനി നന്ദി കാണിക്കാൻ ആരുമില്ലല്ലോ എന്ന തോന്നൽ വരില്ല. പുതിയ യജമാനനുണ്ട്. പക്ഷേ പേടിച്ചാണ് 4 കിലോമീറ്റർ ദൂരം ഈ നായ അപരിചിതരായ കൃഷ്ണൻകുട്ടിക്കും സവിതയ്ക്കുമൊപ്പം നടക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് കുതറി നോക്കും. വിട്ടുകിട്ടിയാൽ ചൂരൽമലയുടെ ചൂരിലേക്ക് തിരിച്ചു പോകാമായിരുന്നു എന്ന പോലെ ദയനീയമായി നോക്കും. പക്ഷെ അപ്പോഴേക്ക് സ്നേഹം കൊണ്ട് തഴുകി തലോടി ഇവർ ഒപ്പം നിന്നു. വഴിയിലുള്ളവർ ആഹാരം നൽകിയപ്പോൾ ആർത്തിയോടെ തിന്നു. ആളുകളും വണ്ടികളും കാണുമ്പോൾ പരിഭ്രമിച്ചു അരികിലൊതുങ്ങി. അപ്പോഴും പേടി മാറ്റാൻ കൂട്ടുനിന്നു. എന്നെങ്കിലും യജമാനൻ തേടി വരുമോ എന്ന് അറിയില്ല. വന്നാൽ ഉപാധികളില്ലാതെ സ്നേഹത്തോടെ തിരികെ നൽകുമെന്നാണ് കൃഷ്ണൻകുട്ടിയുടെ വാഗ്ദാനം. ഓണർ ഉണ്ടാവുമല്ലോ, പക്ഷെ അവര് ജീവനോടെ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും അവര് ഇതിനർത്ഥം തിരിച്ചറിഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. പക്ഷെ അതുവരെ കെയർ ചെയ്യാം. ഏറെ ഇഷ്ടത്തോടെ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മറ്റൊരു നായ തിരിച്ചുപോയിരുന്നു. മാത്രമല്ല 2 പട്ടികൾ വേറെയും വീട്ടിലുള്ളതിനാൽ കൂട്ടത്തിൽ മെരുങ്ങാൻ പാടാണെന്ന് കണക്കുകൂട്ടിയാണ് വീട്ടിൽ കയറ്റിയത്. പക്ഷേ വീട്ടുകാരായ ജൂലിയും ജിമ്മിയും മികച്ച ആതിഥേയരായി. വീട്ടുകാർക്കാകട്ടെ അതിയായ സന്തോഷവും. ഞാൻ പ്രതീക്ഷിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ഇനി ഇയാൾ എത്രത്തോളം ഇവിടെ നിൽക്കുന്നുള്ളതാണ് പ്രധാന പ്രശ്നം. എന്തായാലും നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നോക്കും. ഇത്ര ഇണങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ എത്ര ഇവ നിൽക്കുന്ന സമയം വരെ ഞങ്ങൾ നല്ലപോലെ നോക്കും. ഇവർ ഓണർ ആരാണോ അവർ വരികയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും തങ്ങൾക്ക് കിട്ടിയ കൊടുത്ത സ്നേഹത്തിന്റെ പരിലാളനത്തിന്റെ കെട്ടുപാടുകൾ പെട്ടെന്ന് പൊട്ടിപ്പോയാൽ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ വിധി സ്വീകരിച്ചേ പറ്റൂ. അതാണ് പ്രകൃതി. ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ ഷംസുദ്ദീനോടൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം.